വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സർപ്രൈസിങ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴൊക്കെ മനസ്സിലായിണ്ടാവും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കുൻ്റെ ബർത്ത്ഡേ വരുന്നത് December 1 ആണ്. ഇനിയും കുറേ ദിവസങ്ങളുണ്ട്. പക്ഷേ ആ ടൈമിലാകുമ്പോൾ ഞാൻ നാട്ടിലാവും. നെക്സ്റ്റ് മന്ത് നമ്മൾ രണ്ടുപേരും നാട്ടിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നാട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കുൻ്റെ ആണെങ്കിൽ 30th ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് 30 എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അത് മിസ്സാക്കരുതെന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇക്കുന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കേക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ ഓഫീസിൽ പോയതാണ്. 5 മണിക്ക് വരും എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് വരാമെന്ന്. അപ്പോൾ ഇക്കുൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അറിയണം. ഇക്കു ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല. കാരണം ഡിസംബറിൽ ബർത്ത്ഡേ ഉള്ള ആൾക്ക് ആരെങ്കിലും ഇപ്പോൾ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുമോ? അപ്പോൾ എന്തായാലും ഒരു എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഫുഡും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് മട്ടൻ മന്തിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇക്കു വന്നിട്ട് ഇക്കുൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് വിചാരിക്കുന്നത് എന്തത് എന്നുള്ളൊരു അങ്ങനത്തെ റിയാക്ഷൻ ആയിരിക്കുമോ അതോ ഹാപ്പി ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കുമോ? അപ്പം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിത് ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി കേക്ക് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ന്യൂട്ടല്ല സ്പ്രെഡ് വെച്ചിട്ടാ. പിന്നെ ജസ്റ്റ് ഒരു കുഞ്ഞ് ക്യാൻഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളുടെ ഗിഫ്റ്റൊക്കെ ഞാൻ ഇങ്ങനെ ബെഡിൽ സെറ്റാക്കി വെച്ചേക്കാണ്. ഒരു ചോക്ലേറ്റ് ബൊക്കെ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഗിഫ്റ്റുകളാണ് കേട്ടോ. അത് അൺബോക്സ് ചെയ്യണത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. അപ്പോൾ ഇത് ഗിഫ്റ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിക്ക് വന്നാൽ മതി. അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേക്ക് സർപ്രൈസ് ആവാൻ ഞാൻ ഉണ്ടാക്കിയതാ. താങ്ക് യു സോ മച്ച്. എക്സ്പെക്ട് ചെയ്യില്ലല്ലോ ഇപ്പൊ തന്ന. ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ നടന്നു വരുമ്പോ ഇങ്ങനെ ആലോചിച്ചുള്ള കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഈ തന്നതൊക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ നടന്നു വരുമ്പോ ഇങ്ങനെ ആലോചിച്ചു, കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ ബർത്ത്ഡേ. അപ്പൊ ഉച്ചക്ക് എല്ലാരും വിളിച്ചു വരുത്തിട്ട് ചെയ്തല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടന്നു വരിക. ഞാൻ എന്താന്നറിയോ, അന്നായിരുന്നു ഞാൻ ഇതുപോലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കണ്ടപ്പോ ഞാൻ വിളിച്ചു വെച്ചു, എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. വിളിച്ച കാരണം എനിക്ക് അറിയാൻ പറ്റിയതാണ് ഞാൻ എവിടെ ഞാൻ കുഞ്ഞേ കേക്കൊക്കെ ഉണ്ടാക്കി. ഒതുക്കോ 30 വയസ്സായിട്ടാ. 30 വയസ്സാവാൻ പോവാ. അതൊക്കെ ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞേക്കണം. ഇത് തരാം ശരിക്കും. എന്താ അങ്ങനെ വിചാരിച്ചില്ലേ? അതാണ് എന്നാലും ഞാൻ അങ്ങനെ വിചാരിച്ചു. അതാലോചിക്കുമ്പോഴാണ് എനിക്ക് സർപ്രൈസ് ആയ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോ ജസ്റ്റ് വിചാരിച്ചിങ്ങനെ ഞാനപ്പൊ സർപ്രൈസ് ആയില്ലേ, എനിക്ക് നല്ല സർപ്രൈസ് കിട്ടിയില്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു. നടന്നുണ്ട് വരുമ്പോണ്ട് മന്തിയൊക്കെ ഉണ്ടാക്കിണ്ട. മന്തി ഉണ്ടാക്കണ എനിക്കിനെ അറിയായിരുന്നു കേട്ടാ ഇന്ന്. അപ്പൊ ഇന്ന് മന്തി ഉണ്ടാക്കണോണ്ട് തന്നെ ഞാൻ ഇന്ന് വെക്കാന്ന് വിചാരിച്ചു. ഞാൻ സ്പെഷ്യലായിട്ട് ഫുഡും കേക്കൊക്കെ കിട്ടുമല്ലോ. വേറെന്താ ഗിഫ്റ്റ്? വേറെ ഗിഫ്റ്റ് ഒന്നുമില്ല. ഇത് കൊറേ ചോക്ലേറ്റ് ഉണ്ട്.
ചോക്ലേറ്റ് തിന്നാണെങ്കിൽ അങ്ങനല്ലേ അയിമ ഒട്ടിച്ചേക്ക് കഷ്ടപ്പെട്ടുണ്ടല്ലോ കൊറേ. ഉണ്ടാക്കണ്ടേ? Oh my God. വീണ് Thank you so much. ആ ചിരി കണ്ടപ്പോഴാ എനിക്ക് മനസ്സിലായി. എന്ത് ഗിഫ്റ്റ് ഉണ്ടെന്നാ? ഇവിടെ തുടങ്ങണം. പിന്നെ സെലക്ട് ചെയ്യാ ഇഷ്ടമുള്ള ബോക്സ്. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. സിമ്പിൾ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് ഉണ്ടാകാം. വലിയ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഫസ്റ്റ് ഏതെടുക്കണ? ഇത് ഞാൻ ലാസ്റ്റ് എടുക്കുള്ളൂ, കാരണം എനിക്ക് ഐ തിങ്ക് സ്പെഷ്യൽ. ബാക്കിയൊക്കെ സെയിം കളർ. അടിപൊളി സാധനമാണ്. അത് എനിക്ക് എന്തെങ്കിലും ഗസ് ചെയ്തോ വേണമെങ്കിൽ വെറുതെ. ക്ലൂ കാട്ട്. ഇത് വലിയ വെയിറ്റ് ഒന്നുള്ള സാധനം ഒന്നല്ല. തീരെ വെയിറ്റ് ഇല്ലാത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റണ ഇങ്ങനെ തിന്നു തീരുന്ന പോലത്തെ സാധനമല്ലല്ലോ, യൂസ് ചെയ്യാൻ പറ്റണ അല്ല. യൂസ് ചെയ്യാം. അതല്ല, എനിക്ക് കുറച്ച് ദിവസം മുന്നേ കൂടി വെറുതെ ആ ഒരു സംഭവത്തിനെ പറ്റി പറഞ്ഞു. എനിക്ക് വാങ്ങണമെന്നാ? അല്ല, ജസ്റ്റ് ഇങ്ങനെ അതിനെ പറ്റിട്ട് പറഞ്ഞു. റീല് കണ്ടപ്പോ എനിക്ക് പറഞ്ഞ് നമ്മളെ രണ്ടുപേരേലും ഇതില്ല അല്ലേ എന്ന് പറഞ്ഞില്ലേ ഒരു സംഭവം. ഓർമ്മട്ടില്ലല്ലോ. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും കിട്ടിയില്ല. ഇനി ക്ലൂ ഒന്നുമില്ല. അയ്യോ, കാരണം ഇന്നാന്നാ കണ്ടു പറഞ്ഞോളൂ. എനിക്ക് കാണിച്ചു തന്നിട്ട് ആ റീല് എനിക്ക് കാണിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, എന്തോ റീല് കാണിച്ചു തന്നിട്ട് പറഞ്ഞേ. നമ്മളെടുത്തതില്ല അല്ലേ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്പൺ ആക്കിക്കൊന്നു. എനിക്ക് അറിയില്ല. സോറി. ഫ്രണ്ടിൽ ഇത്തിരി മുടി വെച്ചിട്ട് ഞാൻ മുടി വെട്ടി ആരാണ്ട് എനിക്കിപ്പോ ഭംഗിയുണ്ട്. അല്ലെങ്കിൽ വെറുതെ എനിക്കും വെക്കാലോ, അല്ല ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ. എനിക്ക് പോറളക്കാൻ. നെക്സ്റ്റ് ഇതൊക്കെ പറയണം എന്താന്ന്. ആ ഒരു ബോക്സ് ഒക്കെ കണ്ടിട്ട് ഒരു ചെറിയ ഒരു ഇങ്ങനത്തെ ഒരു ബോക്സ്. അങ്ങനെ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു പറയാനട്ടോ, അല്ലെങ്കിൽ എല്ലാത്തിലും ഔട്ടാവും. എനിക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. അതല്ല, ഇങ്ങനത്തെ ഒരു ബോക്സിൽ നോർമലി എന്തായിരിക്കും ഉണ്ടാവാ? എന്തെങ്കിലും ക്രീം ആയിരിക്കും ഇങ്ങനത്തെ ബോക്സിലാ. അത്ര പോന്ന ബോക്സ്. എനിക്ക് സാധനം അറിയണ ആരെന്താ എനിക്ക് ഓർമ്മല്ലേ? എനിക്കറിയില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല എന്താന്നുള്ളത്. ഡെയിലി ഓഫീസിൽ പോകുമ്പോ അത് ഇടാറുണ്ട്. ഓഫീസിൽ പോകുമ്പോ ബെൽറ്റ് ഓപ്പൺ ആക്കിക്കോ, സമയം കളയണ്ട. വാച്ച് അല്ലേ ഇങ്ങനത്തെ വെക്കുക. നിനക്ക് കാണിച്ചെടുക്ക്. അടിക്കേണ്ടി വരും. നോക്കട്ടെ, ഇഷ്ടായാ? ഗുഡ് സെലക്ഷൻ. ഓണാക്കിയിട്ടില്ല, പിന്നെ ഓണാക്കാം. നെക്സ്റ്റ് പൊളിച്ചതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോ.
ഇതെടുക്കുമ്പോ എനിക്ക് ചിരി വരുന്നു. ഇതെന്തായാലും ഇക്കുവിന് ഗസ് ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു ടോയ് കാറാണ്. ഇത് ഒരു അങ്ങനത്തെ, അതായത് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണ സാധനമൊന്നുമില്ല, വെറുതെ ഒരു രസത്തിന്. തുറന്നു നോക്കാം. ലൈറ്റ് കത്തും. ലൈറ്റ് കത്തും. നമുക്കിങ്ങനെ അതിന്റെ ഉള്ളില് കണ്ട 2 ടെഡി ഉണ്ട്. നമ്മള് രണ്ടാളാണോ? കണ്ടാ ഞങ്ങൾ 2 പേരും. നമുക്ക് ബെഡ്റൂമിൽ ഇങ്ങനെ വെക്കാൻ ലൈറ്റ് ആയിട്ട്. നീ നാട്ടിൽ പോയി കഴിഞ്ഞാല് ഓർമ്മക്ക് പാടുണ്ടല്ലോ. നല്ല ഹെവി ഉണ്ടല്ലോ. അത് നല്ല വെയിറ്റ് ഉള്ള സാധനം. അത് ഗസ് ചെയ്യണം. വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാറുണ്ട്. ഹെയർ ക്രീം അങ്ങനത്തെ സാധനം. ഇത്രയും വെയിറ്റ് ആയിട്ട് ഇക്കുവിന് എന്താ തോന്നണ? അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത്. അപ്പൊ വെയിറ്റ് ഉള്ള ടൈപ്പ് സാധനം ആലോചിച്ചൊക്കെ. എന്താ എനിക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റാത്ത. നമുക്ക് 2 പേർക്കുണ്ട് ഇത്. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ അവിടെ ഉണ്ടാ? കിച്ചണിലുണ്ട്. കിച്ചണില മഗ്. മഗ് അതാ ഉദ്ദേശം. എൻജോയ് ലൈഫ്. താങ്ക് യു. അതെവിടെ എഴുതിയത്? എൻജോയ് ലൈഫ്. അത് ഞാനല്ല കുടിക്കണേ, എനിക്കല്ലേ കണ്ട എൻജോയ് ലൈഫ്. ഇഷ്ടപ്പെട്ട? ഗുഡ് ഓപ്ഷൻ. എനിക്കിഷ്ടായി. വെയിറ്റ് ഇല്ല. അതിലെന്തായിരുന്നു? എനിക്ക് തന്നെ ഓർമ്മയില്ലല്ലോ. കൊറേ സാധനം വാങ്ങിച്ചിട്ടേ ആ ബോക്സ് ഞാൻ തുറന്നു നോക്കാം. എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇന്ന് ഞാൻ തുറന്നു നോക്കേ. നീ പറ. റിംഗ്. എന്റെ റിംഗ് ഇല്ല. എനിക്ക് ഇങ്ങനെ 3 ടൈപ്പിലുള്ള റിംഗ്. ഇതുവരെ ഒരു റിംഗ് പോലും ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ശരിയാ. അത് കാരണം ജസ്റ്റ് വാങ്ങിച്ചതാ. കറക്റ്റ് സൈസ് ആണോന്നൊന്നും അറിയില്ല. എന്തായാലും അതിൽ പല പല സൈസ് ഉണ്ട്. 3 പല സൈസ് ആണല്ലേ? ഡിഫറെന്റ് അല്ലേ? ഇനി 3 കൂടി ഉള്ളൂ. ഏതാ? ഓക്കെ, അതിന്റെ ഈ സൈഡ് ഓപ്പൺ ആക്കിക്കോ. എല്ലാ ബർത്ത്ഡേക്കും തരാറുള്ള സാധനം ടീഷർട്ട്. വേറെ സാധനം തരാറൊക്കെ ഉണ്ട്. പേഴ്സണലൈസ്ഡ്. അത് തുറന്നു ഇപ്പുറത്തെ സൈഡിൽ ആ ക്യാപ്പ്. അടിപൊളി മോളെ. എനിക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട? ഈ ഭാഗത്തൊക്കെ ഇതിന്റെ പുല്ലും സാധനങ്ങളൊക്കെ റിഫ്ലക്ഷൻ ഇതൊക്കെ അടിപൊളി. ഞാൻ ഓരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ് കൊടുക്കാറുണ്ട് കേട്ടാ. ഞാൻ അതുപോലെ എന്തെങ്കിലും ഇരിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലുണ്ടാവാന്ന്. ഞാൻ ഇത് കാണിച്ചതാ, കണ്ട മുകളിലിരിക്കുന്നു. അത് ഇക്കുവിന് കൊടുത്തൊരു ഡ്രോയിങ് ആണ്. അതേപോലെ തന്നെ ഇത് ഇക്കുവിന്റെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഡ്രോയിങ് ആണ്. ശരിയാ. ഇപ്പൊ ഇതില് 3 ഏറ്റവും ഇഷ്ടമായ ഡ്രോയിങ് ഏതാ? ഇതില് ഈ കാര്യങ്ങളും ഇതൊക്കെ ഇതിലാണ് അടിപൊളി. പക്ഷെ ഏറ്റവും അടിപൊളി പോസ്റ്റ് അതാ, ഫസ്റ്റത്തെ. ഞാൻ ഞെട്ടിപ്പോയത്. അത് കൊറേ കഷ്ടപ്പെട്ട് കൊറേ ദിവസം എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിന് ഞാൻ ഇന്നിരുന്ന് ചെയ്തതാ ഫുള്ള്. ഇന്നിരുന്നിട്ട് പെയിന്റ് ചെയ്തതാ.
കാരണം ഞാൻ വിചാരിച്ചു ഒരു ഗിഫ്റ്റും കൂടി ആക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. ഞാൻ ഇത് ഓർക്കട്ടെ, എനിക്ക് തോന്നുന്നു ഷൂ ചെരുപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്തോ. അല്ല കാണില്ല ഞങ്ങക്ക്. അല്ല ഇതിന്റെ ഉള്ളിലാണ് റബ്ബ്. ശരിക്കിരിക്കട്ടെ. ഡിസംബറിലെ ബർത്ത്ഡേ ഓഗസ്റ്റില് ആഘോഷിക്കാനാണ്. ഓഗസ്റ്റ് അല്ല, ജൂലൈ ലാസ്റ്റ്. ദിക്കുന് ഒരു കാർഡാണ്. സെൻഡിങ് ഹെഡ് ഫെൽറ്റ് വിഷസ്. കളർ ടീമാലോ. Sending you heartfelt wishes for a day filled with love and joy. Happy birthday to. Thank you. എവട്ടാ അടിപൊളി, നല്ല കളർ. ഫുൾ ഹാൻഡ് മെയ്ഡിലാണ്. ഹാൻഡ് മെയ്ഡ് എന്തെങ്കിലൊക്കെ കൊടുക്കണം, അപ്പോഴാണ് രസം. അതാണ്. ഇതൊക്കെ കൊറേ സാധനങ്ങള് കൊറേ എങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെക്കും. സ്ഥലമില്ലാട്ടോ ഞാൻ പെട്ടിയില. ഇക്കന് ഷർട്ട് അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടായി. കളറ് ഇതിന്റെ ഇല്ലാത്ത കളറാണ്. ഇത് ടീഷർട്ട് എടുക്കാൻ കാരണം പിന്നെ ഇക്കു ഓഫീസിക്കൊക്കെ ഇങ്ങനെ ടീഷർട്ട് അല്ലേ ഇടാം, അതുകൊണ്ട് വലിപ്പുണ്ട്. ഇഷ്ടപ്പെട്ട വലിയത് നോക്കിയെടുത്ത് ഉണ്ടാവും. ലാസ്റ്റ് ഒരു ഗിഫ്റ്റും കൂടി. ഞാൻ ആദ്യം വിചാരിച്ചെന്നറിയിക്കും ഫസ്റ്റ് തന്നെ ഇത് തുറക്കുന്നു, കാരണം ഇത് പറഞ്ഞില്ല ഒരു വെറൈറ്റി, എല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രം വേറെ. ഞാൻ വിചാരിച്ചു എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തു തരാന്ന് വിചാരിച്ചു. ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റിലേക്ക് വെച്ചത്. മുന്നേ ധരിക്കോ? Happy birthday to my hubby. Thank you for being the reason of my smile. I want to be with you today and forever. Just for you, my universe, my soulmate. December 1, 2024. Without you, when I see you, അങ്ങനെ വിത്തൗട്ട് യു ലവിന്റെ ബോർഡർ മാത്രമേ പിന്നെ സീ യു ഹാഫ് ആയി, ഫുൾ ആയി. ഓക്കെ, യു കംപ്ലീറ്റ്സ് മീ. അല്ല, ഞാൻ പിങ്ക്. യു ആർ മൈ വേൾഡ്. I love you. I with you, babe. No matter what the situation is, I'm always with you in all ups and downs. Oh, sweet. You recharge my soul. Variety സാധനങ്ങളല്ലേ. അടിപൊളി. You brought colors into my life. Everything is so much more perfect when I am with you. You won my heart. Oh. എന്റെ പറയാൻ കുറച്ച് പേരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. Yours is my favorite notification. I wish you every day be filled with warmth of sunshine. Be mine always and forever. I love you. That's perfectly matched. Lock and key. Oh, lots of kisses on your birthday. ശരിക്കുള്ള കിസ്സസാ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള കിസ്സസ്.
ഞാന് ഇതും ഇന്നെന്തോ ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചിട്ടാ ഉം. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തരിയായിരിക്കും എന്ന് വിചാരിച്ചു. എന്ത് കണ്ടപ്പോ? എന്തോ റീലില്ല അങ്ങനെ എന്തോ കണ്ടതാണ്. ആ ആ ഒരു പെണ്ണ് ലഞ്ച് ബോക്സ് ഉണ്ടാക്കി കൊടുത്തപ്പോ അതില് ഉം. ഒരു ഉമ്മ വെച്ചിട്ട് ഒരു പേപ്പർ മുതൽ വെച്ചിട്ട് ആ. ഞാൻ വിചാരിച്ചു ചിലപ്പോ ഇഫിനിത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യാൻ വിചാരിച്ചു. ഇതില് കൊറേ ഉണ്ട്, 5 കിസ് ഉണ്ടാവും. താങ്ക് യു. എന്താണ് എനിക്കിന് പറയാനുള്ളത്? Lot of gifts. So happy. Useful gifts. തീരെ എക്സ്പെക്ട് ചെയ്തേ ഇല്ലല്ലോ. കാരണം ഈ എന്നോട് പറഞ്ഞു തോന്നുന്നു താത്താനെ കൊണ്ട് ചെയ്യിക്കാന്നൊക്കെ ആ പറഞ്ഞു. ഞാൻ ഇക്കിനോട് പറഞ്ഞുള്ളത് എന്തായിരുന്നു വെച്ചാ, ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് താത്താടയിൽ കൊടുക്കും. അപ്പൊ താത്ത ഇവിടെ ഉണ്ടാവും. അപ്പൊ December 1 താത്ത ഗിഫ്റ്റ് എന്റെ വക ഇക്കുന് കൊടുക്കും എന്നുള്ളതായിരുന്നു പ്ലാൻ. അത് ഞാൻ ഇക്കുനെ പറ്റിച്ചതാണ്, ഇങ്ങനെ ഇക്കുനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട്. നല്ല ക്യൂട്ടായി. ഇഷ്ടപ്പെട്ടാ? ഞാനത് എന്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്നെ കളിയാക്കി, അയ്യേ ഒരു സാധനം വാങ്ങിച്ചേക്കണ. നല്ല ക്യൂട്ടായിണ്ട്. ആ ക്യൂട്ടാണ്, എനിക്കും ഇഷ്ടപ്പെട്ട്. വേണ്ട നിങ്ങൾ പറ ഇത് ഭയങ്കര ക്യൂട്ടല്ലേ എന്നുള്ളത്. വേണ്ട 2 എണ്ണം ഇരിക്കണം. ലൈറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതേ ഇക്കോ അൺബോക്സ് ചെയ്തതിന് ശേഷം എല്ലാ ഗിഫ്റ്റുകളും കൂടിയിട്ട് നിരത്തി വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്ത ഗിഫ്റ്റുകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ രാത്രിക്കലേക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ടേബിളിൽ അറേഞ്ച് ചെയ്തു. മട്ടൻ മന്തിയും പിന്നെ അതിൻ്റെ കൂടെയുള്ള ആ ഒരു തക്കാളി ചട്നിയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അടിപൊളി പൊളി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഫുഡൊക്കെ കഴിച്ചതിന് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മട്ടൻ മന്തി, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അധികം മട്ടൻ്റെ ഫാനല്ല, പക്ഷെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം ഇനി ഒരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ചെയ്യാം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമാണ് എടുത്തത് കേട്ടോ. ഇതിൽ 3 ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആൽമണ്ട് ആണ്. അങ്ങനെ 2 പേരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ഒരു ഡേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇക്കുൻ്റെ ഈ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.